ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇത് SKP ടെക് മലയാളം ആൻഡ്രോയിഡ് ടിപ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാവുന്ന രണ്ട് പ്രധാനപ്പെട്ട സെറ്റിംഗ്സാണ്. ഈ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, സെറ്റ് ചെയ്ത് വച്ചിരിക്കേണ്ട രണ്ട് സെറ്റിംഗ്സുകൾ പരിചയപ്പെടുത്താം. ഓൾറെഡി നിങ്ങൾ സെറ്റ് ചെയ്തതാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഉപയോഗപ്രദമായ ഈ സെറ്റിംഗ്സ് മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ്. എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ, നമ്മുടെ അടുത്തേക്ക് സഹായത്തിനായി ആദ്യം എത്തുന്നത് നമ്മളെ പരിചയമുള്ള വ്യക്തി ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള ഒരു എമർജൻസി കേസിൽ നമ്മുടെ മൊബൈൽ ആയിരിക്കും ആ വ്യക്തി ആദ്യമായി തിരയുക. അങ്ങനെയുള്ള സന്ദർഭത്തിലാകട്ടെ നമ്മുടെ മൊബൈൽ മിക്കവരും പാറ്റേൺ ലോക്കോ മറ്റു ലോക്കോ വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാവരും ഫോൺ വിവിധ ലോക്കുകൾ ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് വെച്ചതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട നമ്പറുകളോ മറ്റു വിവരങ്ങളോ, നമ്മുടെ അഡ്രസ്സോ എങ്ങനെ നമുക്ക് ലോക്ക് സ്ക്രീനിൽ വ്യൂ ചെയ്യിക്കാം എന്ന് ഞാൻ കാണിക്കാം. അതിന് ആദ്യത്തെ സെറ്റിംഗ്സ് ശ്രദ്ധിക്കുക. കോണ്ടാക്ട്സുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കോണ്ടാക്ട്സിൽ ഇവിടെ കാണാം, നിങ്ങൾക്ക് കാണാം, എൻ്റെ കോണ്ടാക്ട്സിൻ്റെ വ്യൂ ഇങ്ങനെയാണ്. ICE ഇൻ കേസ് ഓഫ് എമർജൻസി എന്ന സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ കാണാം. എൻ്റെ കോണ്ടാക്ട്സിലെ മെയിൻ മെനുവിൽ തന്നെ ഇത് കാണിച്ചിരിക്കുന്നു. നിങ്ങളുടെ കോണ്ടാക്ട്സിൽ ചിലപ്പോൾ മറ്റു വ്യത്യസ്തമായ സെറ്റിംഗ്സിലായിരിക്കാം, എങ്കിലും പരിചയപ്പെടുത്തുകയാണ്. ICE ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം എൻ്റെ പേരും അഡ്രസ്സും എൻ്റെ വിലാസവും ഇവിടെ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ICE കോണ്ടാക്ട്സ്, ഇവിടെ നമുക്ക് ക്രിയേറ്റ് ന്യൂ കൊടുത്ത് ഒരു പുതിയ കോണ്ടാക്ട് തന്നെ സേവ് ചെയ്ത് ICE കോണ്ടാക്ട്സിലേക്ക് ആഡ് ചെയ്യാം. രണ്ടാമത്തെ മെനുവിൽ യൂസ് എക്സിസ്റ്റിംഗ് കോണ്ടാക്ട്സ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കോണ്ടാക്ട്സ് ലിസ്റ്റിലുള്ള നമുക്ക് ആവശ്യമുള്ള നമ്പേഴ്സ് ICE കോണ്ടാക്ട്സിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ വീട്ടിലെ ഒരു നമ്പർ കൊടുക്കുകയാണ്, മൈ ഹൗസ്. നിങ്ങൾക്ക് കാണാം, മൈ ഹൗസ് ടിക്ക് ചെയ്തതിന് ശേഷം ഡൺ കൊടുത്താൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ICE കോണ്ടാക്ട്സിൽ എൻ്റെ മൈ ഹൗസ് എന്ന കോണ്ടാക്ട് ഇവിടെ കാണാം. നിങ്ങൾക്ക് കാണാം. എങ്ങനെ എത്ര കോണ്ടാക്ട്സ് വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇത് എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഫോൺ ഒന്ന് ജസ്റ്റ് ലോക്ക് ചെയ്യുകയാണ്. ലോക്ക് ചെയ്ത് നമുക്ക് ഇപ്പോൾ പാറ്റേൺ ലോക്ക് ചോദിക്കുന്നു. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ 2 മെനു ആണ് ഇവിടെ കാണുന്നത്. എമർജൻസി കോൾ, ICE ഇൻ കേസ് ഓഫ് എമർജൻസി. ICE പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ കാണാം ICE മൈ ഹൗസ്. ഞാൻ കൊടുത്ത നമ്പറാണിത്. ഈ നമ്പറിലേക്ക് ആർക്ക് വേണമെങ്കിലും കോൾ ചെയ്യാവുന്നതാണ്. ആദ്യ സെറ്റിംഗ്സ് മനസ്സിലായി എന്ന് കരുതുന്നു. രണ്ടാമത്തെ സെറ്റിംഗ്സിലേക്ക് കടക്കാം. രണ്ടാമത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഓണർ ഇൻഫോ എന്ന ഭാഗമാണ്. അതിനായി നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. എൻ്റെ ഫോണ് Xperia Z2 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം. എങ്കിലും ഓണർ ഇൻഫോ എന്ന സെറ്റിംഗ്സ് എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിലും ലഭ്യമാണ്. ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ ഫോണിൻ്റെ ഓണർ ഇൻഫോ സെറ്റ് ചെയ്യേണ്ട മെനു വരുന്നത് സെക്യൂരിറ്റി, പേഴ്സൺ എന്ന ഭാഗത്ത് സെക്യൂരിറ്റി എന്ന മെനുവിലാണ്. ഞാൻ സെക്യൂരിറ്റി പ്രസ് ചെയ്യുന്നു. ശേഷം ഇവിടെ കാണാം ഓണർ ഇൻഫോ എന്ന് നമുക്ക് കാണാം. ഓണർ ഇൻഫോ പ്രസ് ചെയ്താൽ ഇത് ഓൾറെഡി ഞാൻ ഓണാണ്. ഇവിടെ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക, ഷോ ഓണർ ഇൻഫോ ഓൺ ലോക്ക് സ്ക്രീൻ. അത് ഓണാക്കുക, പ്രസ് ചെയ്യുക. ശേഷം നമുക്ക് ആവശ്യമുള്ള നമ്പറുകളോ നമ്മുടെ വിവരങ്ങളോ നമുക്ക് ഇവിടെ എഴുതി ചേർക്കാം, ടൈപ്പ് ചെയ്ത് ചേർക്കാം. ഇത് നമ്മുടെ ആവശ്യാനുസരണം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കിലേക്ക് പോവുക. നമ്മുടെ ഓൺ ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ലോക്ക് സ്ക്രീൻ നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ എൻ്റെ ഫോൺ ജസ്റ്റ് ലോക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ കാണാം നമ്മുടെ ലോക്ക് സ്ക്രീൻ ഓണാണ്. യാതൊരു മറ്റു ഒന്നും തന്നെ നമുക്ക് സ്ക്രോൾ അപ്പ് ചെയ്യാനോ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ കൊടുത്ത ഓണർ ഇൻഫോ ഓൾറെഡി ഇങ്ങനെ ലെഫ്റ്റിലേക്ക് മൂവ് ഔട്ടായി പോകുന്നത് നമുക്ക് കാണാം. എൻ്റെ പേരും ഞാൻ കൊടുത്ത എൻ്റെ എമർജൻസി നമ്പേഴ്സും ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു നമ്മുടെ വിവരം നമ്മുടെ ഫോൺ
എടുത്തു നോക്കുന്ന ആർക്കും തന്നെ കാണാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ്. തീർച്ചയായും ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ്.